ശ്രീ കെ എം അഭിജിത്ത്. സർ, മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനാതിർത്തിയിലെ മേഖലയിലെ ജനപങ്കാളിത്തത്തോടെ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ സർക്കാർ എന്തെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്? ആ നടപടികളൊന്ന് വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട മന്ത്രി. സർ, തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വനാതിർത്തിയിലുള്ള ജനങ്ങളെയും പഞ്ചായത്തുകളെയും പങ്കാളിയാക്കി മാത്രമേ പോകാൻ സാധിക്കൂ. സർ, ജനജാഗ്രതാ സമിതികളിന് രൂപം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഇഫക്റ്റീവായിട്ട് പല പഞ്ചായത്തുകളും പ്രവർത്തിക്കുന്നിടത്ത് ഇതിനൊരു പരിധി വരെ ആശ്വാസമുണ്ട്. എന്നാൽ പലയിടത്തും അത് ഉണ്ടാകുന്നില്ല. സർ, ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം സോളാർ ഫെൻസ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ 6000 കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വനാതിർത്തി. ഇവിടെ ആകെ പരിമിതമായ സ്റ്റാഫിനെ നിർത്തി ഇത് പലപ്പോഴും മെയിൻ്റനൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുണ്ട്. സർ, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം പോച്ചയും പുല്ലും വളർന്നു കയറി കഴിഞ്ഞാൽ അന്നേരമേ ഇതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. അതിലേക്കൂടെ കൃത്യമായി ആന ഇറങ്ങും. സർ, ഇതെല്ലാം നമുക്കിനി പഞ്ചായത്തും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു നല്ല അയൽക്കാരൻ എന്നുള്ള സമീപനം, ഫോറസ്റ്റും അയൽക്കാരും സഹകരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അസറ്റ് ഇടുന്നത് മെയിൻ്റനൻസ് പഞ്ചായത്തിൻ്റെയും അയൽക്കാരൻ്റെയും ഒരു ഉത്തരവാദിത്വം എന്നുള്ള നിലയിലേക്ക് ചെയ്താൽ കുറേയൊക്കെ സർ ഇതിനൊരു പരിഹാരം ഉണ്ടാകാൻ സാധിക്കും.